അറിയാം കോമേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തേതും ഒടുവിലത്തേതുമായ വീഡിയോയിൽ സെലക്ഷൻ ടെസ്റ്റ്, ട്രെയിനിങ് മെത്തേഡ്സ് എന്നീ ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ നിന്നുള്ള ആദ്യത്തെ 2 വീഡിയോകൾ കാണാത്തവർക്കായി അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കാണുക. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: സ്റ്റാഫിംഗ് മീനിങ്, സ്റ്റാഫിംഗ് പ്രോസസ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, ട്രെയിനിങ് മെത്തേഡ്സ്. ഇതിൽ നിന്നും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, ട്രെയിനിങ് മെത്തേഡ്സ്, ഈ 2 ടോപ്പിക്സ് ആണ്. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക്കാണ് സെലക്ഷൻ ടെസ്റ്റ്, തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ. സെലക്ഷൻ അഥവാ തിരഞ്ഞെടുപ്പ് എന്നാൽ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. സെലക്ഷൻ സ്റ്റാർട്ട്സ് വെൻ റിക്രൂട്ട്മെന്റ് എൻഡ്സ്. Selection is the process of identifying the most suitable and promising candidates from the list of recruited persons. അതായത് റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ വെച്ച് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നമ്മൾ ഏറ്റവും മികച്ചവരെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന പരീക്ഷകൾ. വിവിധ തരം സെലക്ഷൻ ടെസ്റ്റുകളെ പറ്റി പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പഠിക്കാം. ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു നോ ദ ലെവൽ ഓഫ് എബിലിറ്റി, നോളജ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്സ് എക്സെട്ര ഓഫ് എൻ ആപ്ലിക്കൻറ്റ്. അതായത് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള വിവിധ തരത്തിലുള്ള കഴിവുകളൊക്കെ പരിശോധിക്കുകയാണ് തൊഴിൽ പരീക്ഷകളിലൂടെ ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ബുദ്ധി, അവരുടെ മനോഭാവം, അഭിരുചി, വ്യക്തിത്വം എന്നിവയൊക്കെ നിർണ്ണയിക്കുന്നതിനാണ് സാധാരണയായി തൊഴിൽ പരീക്ഷകൾ നടത്താറുള്ളത്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റുകളെ പറ്റി പഠിക്കാം. ഒന്നാമത്തേത് ഇന്റലിജൻസ് ടെസ്റ്റ്, ബൗദ്ധിക പരീക്ഷകൾ. ഇന്റലിജൻസ് ടെസ്റ്റ് മെഷേഴ്സ് ദ ലെവൽ ഓഫ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് IQ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ബുദ്ധിവൈഭവം അളക്കുന്നതിന് ബൗദ്ധിക പരീക്ഷകൾ സഹായിക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ അഭിരുചി പരീക്ഷകൾ. ദിസ് മെഷേഴ്സ് ദ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. അതായത് പുതിയ നൈപുണികൾ അഥവാ കഴിവുകൾ ആർജിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ ശേഷി പരിശോധിക്കാനുള്ളതാണ് അഭിരുചി പരീക്ഷകൾ. തേർഡ് വൺ ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ വ്യക്തിത്വ പരീക്ഷകൾ. ഇറ്റ് പ്രൊവൈഡ്സ് ക്ലൂസ് ടു എ പേഴ്സൺസ് ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി ആൻഡ് വാല്യൂ സിസ്റ്റം. അതായത് ആളുകളുടെ പ്രതികരണ രീതി, പെരുമാറ്റം, പക്വത, മൂല്യങ്ങൾ എന്നിവയൊക്കെ അറിയുന്നതിനായി നടത്തുന്ന പരീക്ഷയാണ് വ്യക്തിത്വ പരീക്ഷകൾ. അടുത്തത് ട്രേഡ് ടെസ്റ്റ് അഥവാ തൊഴിൽ പരീക്ഷകൾ. It measures the existing skills of the individual. It also measures the level of knowledge in the area of profession. അതായത് ഒരു ഉദ്യോഗാർത്ഥിയുടെ നിലവിലുള്ള കഴിവുകളൊക്കെ അളക്കുന്നതിനായി നടത്തപ്പെടുന്ന പരീക്ഷകളാണ് തൊഴിൽ പരീക്ഷകൾ. നിർദ്ദിഷ്ട ജോലിയിലുള്ള ഉദ്യോഗാർത്ഥിയുടെ സാമർഥ്യവും അതുപോലെ തന്നെ പരിജ്ഞാനവുമൊക്കെ ഇതിലൂടെ അറിയാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്, താൽപര്യ പരീക്ഷകൾ. It is used to know the interest and involvement of a person in work. എന്ന് വെച്ചാൽ ഓരോരുത്തരും ചില പ്രത്യേക തരത്തിലുള്ള തൊഴിലുകളിൽ കൂടുതൽ ആകൃഷ്ടരാകുന്നു. ഇങ്ങനെയുള്ള ഓരോ വ്യക്തിയുടെയും ജോലിയിലുള്ള താല്പര്യം അറിയുന്നതിന് വേണ്ടി നടത്തുന്നതാണ് താല്പര്യ പരീക്ഷകൾ. അടുത്തതായി വരുന്ന ടോപ്പിക്കാണ് ട്രെയിനിങ് മെത്തേഡ്സ് അഥവാ പരിശീലന രീതികൾ. ട്രെയിനിങ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് ട്രെയിനിങ് അഥവാ പരിശീലനം എന്ന് നോക്കാം. Training is any process by which the aptitudes, skills and abilities of employees to perform specific jobs are increased. It attempts to improve the performance of individuals. പരിശീലനം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനുള്ള ജീവനക്കാരുടെ അറിവും കഴിവും അതുപോലെ തന്നെ ശേഷിയുമൊക്കെ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ്. പരിശീലനം തൊഴിലാളികളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്.
ട്രെയിനിങ്ങിന് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് അഥവാ ജോലി സ്ഥലത്തുള്ള പരിശീലന രീതികൾ. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. In on-the-job training methods, workers are imparted training at the actual workplace. Here the employee is learning by doing. This is practical-oriented method. ഓൺ-ദി-ജോബ് ട്രെയിനിങ് എന്നാൽ ഒരു ജീവനക്കാരൻ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന് നൽകുന്ന പരിശീലനമാണ്. ഇതിൽ ജോലി ചെയ്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. ഇതൊരു പ്രായോഗിക പരിശീലനമാണ് എന്ന് പറയാം. നമുക്കിനി വിവിധ തരത്തിലുള്ള ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തേതാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ്, അപ്രന്റീസ്ഷിപ്പ് പരിശീലനം. ഇൻ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എ വർക്കർ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ ട്രെയിനി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ വർക്കർ ആൻഡ് ഇമ്പാർട്ട് സ്കിൽ ഫോർ ഡൂയിങ് എ ജോബ്. People who want to enter skilled jobs like plumbers, electrician, machinist, computer operator, etc. have to undergo this training. അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിൽ പരിശീലനം നേടുന്ന ജീവനക്കാരൻ ഒരു വിദഗ്ധ തൊഴിലാളിയുടെ മാർഗനിർദ്ദേശത്തിൽ ഒരു നിശ്ചിത കാലയളവിൽ ജോലി ചെയ്യുന്നു. വിദഗ്ധ ജോലികളായ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ ജോലികളൊക്കെ ചെയ്യുന്നവർ ഈ പരിശീലനത്തിനാണ് വിധേയരാകുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് കോച്ചിങ്. ഹിയർ ദ സീനിയർ മാനേജർ ഗൈഡ്സ് ആൻഡ് ഇൻസ്ട്രക്ട് ദ ട്രെയിനി ആസ് എ കോച്ച്. The coach sets mutually agreed goals and suggests how to achieve these goals. The coach periodically reviews the progress made by the trainee and suggests changes required if any. കോച്ചിങ്ങിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാനേജർ ഒരു കോച്ച് എന്ന രീതിയിൽ തൊഴിലാളിയെ നയിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു. ഇവർ പരസ്പര സമ്മതപ്രകാരം ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. അതിനുശേഷം ഈ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്ന് കോച്ച് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കോച്ച് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിയുടെ പുരോഗതി വിലയിരുത്തുകയും അതിനുശേഷം മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ മെത്തേഡാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് അഥവാ ഇന്റേൺഷിപ്പ് പരിശീലനം. അണ്ടർ ദിസ് മെത്തേഡ് വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മേക്ക് ആൻ എഗ്രിമെന്റ് വിത്ത് ബിസിനസ് എന്റർപ്രൈസസ് ഫോർ പ്രൊവൈഡിംഗ് പ്രാക്ടിക്കൽ നോളജ് ടു ഇറ്റ്സ് സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ സ്റ്റുഡൻസ് ആർ സെൻഡ് ടു ഹോസ്പിറ്റൽസ് ടു ഗെറ്റ് പ്രാക്ടിക്കൽ നോളജ്. ഈ രീതിയിൽ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ബിസിനസ് സ്ഥാപനവുമായി കരാറിലേർപ്പെടുന്നു. ബിസിനസ് സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പ്രാക്ടിക്കൽ നോളജ്, അതായത് പ്രായോഗിക അറിവും ശേഷിയും ഒക്കെ നൽകുന്നു. ഉദാഹരണത്തിന് MBBS വിദ്യാർത്ഥികൾ അവരുടെ പരിശീലനം ആശുപത്രികളിൽ നിന്നും നേടുന്നു. ഓൺ ദി ജോബ് മെത്തേഡ്സിൽ വരുന്ന അവസാനത്തെ പോയിന്റാണ് ജോബ് റൊട്ടേഷൻ അഥവാ ജോലി മാറ്റം. This kind of training involves shifting the trainee from one department to another or from one job to another. This helps the trainee to gain understanding of all aspects of the organization. ഈ മെത്തേഡിൽ ഒരു ജീവനക്കാരനെ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കോ മാറ്റുന്നു. ഇത് ഒരു ഉദ്യോഗസ്ഥന് താൻ പ്രവർത്തിക്കുന്ന വകുപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് സമഗ്രമായ ഒരു അറിവ് ഉണ്ടാക്കുന്നു. ട്രെയിനിങ് മെത്തേഡ്സിൽ രണ്ടാമത്തേതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് അഥവാ ജോലി സ്ഥലത്തിന് പുറത്തുള്ള പരിശീലന രീതികൾ. ആദ്യം നമുക്ക് എന്താണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് നോക്കാം. ഇൻ ഓഫ് ദി ജോബ് ട്രെയിനിങ് ഈസ് ഇമ്പാർട്ടഡ് ഔട്ട്സൈഡ് ദ ആക്ച്വൽ വർക്ക് പ്ലേസ്. Training can be provided either in the organization or the trainee may be sent away to specialized institutes. അതായത് യഥാർത്ഥത്തിലുള്ള ജോലി സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്ന രീതിയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഈ മെത്തേഡിൽ ഒന്നുകിൽ സ്ഥാപനത്തിനകത്ത് വെച്ച് തന്നെയോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയെ പുറത്തുള്ള മറ്റൊരു സ്ഥാപനത്തിൽ വിട്ടോ പരിശീലനം നൽകുന്നു. ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ ഒന്നാമത്തേതാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ്. The lectures or conference is suitable for conveying specific informations like rules, procedures or methods. The use of audio visuals or demonstrations make it more interesting. അതായത് പ്രത്യേക വിവരങ്ങൾ, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ, രീതികൾ തുടങ്ങിയവയൊക്കെ വിശദീകരിക്കുന്നതിന് ഈ രീതി വളരെ ഫലപ്രദമാണ്. ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങളുടെയൊക്കെ സഹായത്താൽ നമുക്ക് പ്രഭാഷണം കൂടുതൽ ആകർഷകമാക്കാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് ഫിലിംസ് അഥവാ ചലച്ചിത്രങ്ങൾ. ഫിലിംസ് ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ് ദാറ്റ് ആർ നോട്ട് ഈസിലി റെപ്രസെൻറ്റഡ് ബൈ ദ അതർ ടെക്നിക്സ്. ഇറ്റ് ഈസ് എ വെരി എഫക്റ്റീവ് മെത്തേഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് കോൺഫറൻസ് ഡിസ്കഷൻസ്.
നമുക്ക് മറ്റ് രീതികളിലൂടെ വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചലച്ചിത്രങ്ങളിലൂടെ എളുപ്പത്തിൽ പകർന്നു നൽകാൻ കഴിയും. അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾക്കൊപ്പം ചലച്ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമായിരിക്കും. തേർഡ് മെത്തേഡ് ഈസ് കേസ് സ്റ്റഡി അഥവാ കേസ് പഠനങ്ങൾ. In this method, some real problems that managers have to face in the organizations are given to the trainees. They study the case and analyze the problems, finding its solutions and implementing it. കേസ് സ്റ്റഡി മെത്തേഡിൽ ഒരു സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്ന വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കേസുകളായി ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ നൽകുന്നു. ഈ കേസുകൾ വളരെ വിശദമായി വിലയിരുത്തിയ ശേഷം പരിഹാരം കണ്ടെത്തി അവ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൻ്റെ 4ാമത്തെ മെത്തേഡാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് അഥവാ കമ്പ്യൂട്ടർ മാതൃകകൾ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ദ റിയാലിറ്റീസ് ഓഫ് ദി ജോബ് ആർ ഇമിറ്റേറ്റഡ്. ഇറ്റ് അലൗസ് ലേണിംഗ് ടു ടേക്ക് പ്ലേസ് വിത്തൗട്ട് റിസ്ക് ദാറ്റ് വുഡ് ബി ഇൻകേർഡ് ഇഫ് എ മിസ്റ്റേക്ക് വെയർ മെയ്ഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഈ മെത്തേഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലൂടെ സാങ്കല്പിക ബിസിനസ് സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. യഥാർത്ഥത്തിലുള്ള സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി പഠനം നടത്താൻ ഈ മെത്തേഡ് ട്രെയിനിയെ സഹായിക്കുന്നു. 5ാമത്തെ മെത്തേഡാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഇൻ ദിസ് മെത്തേഡ് ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ്സ് ആർ ക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. Employees use the same materials and equipment under the supervision of instructors. It is usually carried out when employees are required to handle sophisticated machinery and equipment. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് ജോലിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ വെച്ചുകൊണ്ട് പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് അത്യാധുനികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ തൊഴിലാളികളെ പഠിപ്പിക്കേണ്ടി വരുമ്പോഴാണ്. ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അഥവാ കൃത്രിമ പരിശീലനം. ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രസൻറ്റിംഗ് എ ന്യൂ സബ്ജക്ട് ടു ദ ട്രെയിനീസ് ഇൻ എ ഗ്രേഡഡ് സീക്വൻസ്. ഈ മെത്തേഡിൽ നൽകേണ്ട വിവരങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെറിയ ചെറിയ പഠനഭാഗങ്ങളാക്കി മാറ്റുന്നു. അതിനുശേഷം വളരെ ലളിതമായതിൽ നിന്ന് കൂടുതൽ സങ്കീർണതയിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ച് നൽകുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നൽകിയും അതുപോലെ തന്നെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചും പഠിതാവ് ഇതിലൂടെ കടന്നുപോകുന്നു. ഇതോടുകൂടി സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ മുഴുവൻ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ ഡയറക്റ്റിംഗ് എന്ന 7ാമത്തെ ചാപ്റ്ററിലെ ടോപ്പിക്സുമായി നമുക്ക് വീണ്ടും കാണാം.